അമേരിക്കയ്ക്ക് അതിശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ. വെറുതെ കൈകാലിട്ടടിച്ചാൽ മുങ്ങിത്താഴുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ നൽകിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾക്കും US ആക്രമണങ്ങൾക്കും പിന്നാലെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖീർ ഖാലിബാഫ്. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിനും വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നതിനും വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കയുടെ സൈനിക സമ്മർദ്ദങ്ങൾക്കും അധിനിവേശ നീക്കങ്ങൾക്കും തക്കതായ മറുപടി നൽകുമെന്നും ഇറാന് നേരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്ക കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതത്തെക്കുറിച്ചുള്ള അമേരിക്കൻ നിലപാടുകളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അമേരിക്കൻ ഭീഷണികളിലൂടെയല്ല, മറിച്ച് ഇറാനിയൻ ക്രമീകരണങ്ങളിലൂടെ മാത്രമേ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അനാവശ്യമായ ഇടപെടലുകളിലൂടെയും യുദ്ധക്കൊതിയിലൂടെയും അമേരിക്ക സ്വന്തം നാശം ക്ഷണിച്ചു വരുത്തുകയാണെന്നും ഖാലിബാഫ് പരിഹസിച്ചു. അർദ്ധശൂന്യമായി കൈകാലിട്ടടിക്കുന്നത് നിർത്തുക, അല്ലാത്ത പക്ഷം നിങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് മുങ്ങിപ്പോകുമെന്നും ഖാലിബാഫ് കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ സജീവമായി പങ്കുചേരുന്നുണ്ടെന്ന ആരോപണവുമായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും രംഗത്ത് വന്നു. യുഎസിന്റെ പുതിയ ആക്രമണങ്ങളെ അത്യന്താപേക്ഷിതം എന്ന് വിശേഷിപ്പിച്ച നാറ്റോ മേധാവിക്കെതിരെയാണ് വിമർശനം ഉയർന്നത്. അതേസമയം ഇറാനെതിരെ അമേരിക്കൻ സൈന്യം വീണ്ടും വലിയ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണി ഉണ്ടാകുന്ന ഇറാനിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് പുതിയ നടപടി. ഇറാനിലെ ഏകദേശം 90 സൈനിക കേന്ദ്രങ്ങൾ തകർച്ചയായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രധാനമായും ഇറാൻ തീരത്തുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ സംഭരണശാലകൾ, നാവികശക്തി കേന്ദ്രങ്ങൾ, സൈനിക ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയാണ് US ആക്രമണത്തിൽ തകർത്തത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ധാരണാപത്രം അട്ടിമറിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് കൂടുതൽ തീവ്രമാവുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്കാളിത്തം കൂടി വെളിപ്പെട്ടതോടെ യുദ്ധം കൂടുതൽ വ്യാപകമാകാനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. സൈനികമായും നയതന്ത്രപരമായും അമേരിക്ക ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ സ്വന്തം പരമാധികാരം അടിയറ വയ്ക്കാൻ തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും രൂക്ഷമാകുമ്പോൾ ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഹോർമുസ് കടലിടുക്കിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഊർജ്ജ ഇടനാഴികളിലൊന്നായി ഈ സമുദ്രപാതയിലൂടെ ആഗോള എണ്ണ കയറ്റുമതിയുടെ വലിയൊരു വിഹിതമാണ് ദിവസേന കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഈ മേഖലയിലെ ചെറിയൊരു സംഘർഷം പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ഊർജ്ജ വിപണികളെയും ഗൗരവമായി ബാധിക്കാൻ ശേഷിയുള്ളതാണ്. ജൂൺ മധ്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഇടക്കാല ധാരണാപത്രം നിലവിൽ വന്നതോടെ മേഖലയിലെ സൈനിക സംഘർഷങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ശമനം ലഭിച്ചിരുന്നു. സ്ഥിരമായ ഒരു കരാറിലേക്കുള്ള ചർച്ചകൾ തുടരുന്നതിനിടെ സൈനിക നടപടികൾ നിർത്തിവെക്കുക എന്നതായിരുന്നു ഈ ധാരണയുടെ പ്രധാന ലക്ഷ്യം. ആ സമയത്ത് അന്താരാഷ്ട്ര വിപണികളിൽ എണ്ണവിലയിൽ കുറവും ഷിപ്പിംഗ് പ്രവർത്തനങ്ങളുടെ പുനരാരംഭവും പ്രതീക്ഷയുടെ സൂചനകളായി വിലയിരുത്തപ്പെട്ടു. എന്നാൽ ആ ആശ്വാസകാലം ദീർഘകാലം നിലനിന്നില്ല. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥിതിഗതികൾ വീണ്ടും വഷളായിരിക്കുകയാണ്. ഈ ആക്രമണങ്ങൾക്ക് ഉത്തരവാദി ഇറാനാണെന്ന് അമേരിക്ക ആരോപിക്കുകയും അതിന് മറുപടിയായി ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലെ ചില സൈനിക നാവിക സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിലെ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന് ഭീഷണി ഉയർന്നുവെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കൻ സൈനിക നടപടികൾ ന്യായീകരിക്കപ്പെട്ടത്. മേഖലയിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന US സെൻട്രൽ കമാൻഡ് വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് പുതിയ നടപടികളെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ സംഘർഷം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ലെന്നതാണ് യാഥാർത്ഥ്യം. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ, അന്താരാഷ്ട്ര വ്യാപാരം, മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങൾ, ലോക സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത എന്നിവയെല്ലാം ഈ സംഘർഷത്തിന്റെ ഗതിവിഗതികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.